നമസ്കാരം. ഇതൊരു ബസ് റിവ്യൂ അല്ല, മറിച്ച് പലർക്കും വാഹനങ്ങളോടുള്ള ഇഷ്ടത്തിന്റെ തുടക്കം ചിലപ്പോൾ ഇവിടെ നിന്നായിരിക്കും. പ്രത്യേകിച്ച് 90s കിഡ്സിന് സ്വന്തമായ ഒരു വാഹനം ഉണ്ടാകുക എന്നത് എല്ലാവർക്കും സ്വപ്നമാണ്. ഇന്നത്തെ പോലെ അല്ലല്ലോ. വേണേ ഉറപ്പിച്ചു പറയാം, ഏകദേശം 2010 വരെയും ഇന്ന് കാണുന്ന അതിപ്രസരം വണ്ടികളുടെ എണ്ണത്തിൽ ഇല്ല. മിക്ക വീട്ടിലും 2 വീലർ പോലും ഇല്ലാത്ത കാലം. സ്വന്തമായി വാഹനങ്ങൾ വീട്ടിലില്ലെങ്കിലും വണ്ടിപ്രാന്തിനെ ആർക്കും പിടിച്ചു കെട്ടാൻ പറ്റില്ലല്ലോ. അങ്ങനെയുള്ള കുറെ ആൾക്കാർക്ക് ഒരു ആശ്വാസമായിരുന്നു ഈ കാണുന്ന പ്രൈവറ്റ് ബസ്സും KSRTCയും ഒക്കെ. അതൊരു ലെയ്ലൻഡ് കൂടെ ആയാലോ. നമ്മുടെ ഈ പുള്ളിക്കാരൻ ഒരു തൃശ്ശൂർക്കാരനാണ്. റൂട്ടൊന്നും ചോദിക്കല്, അറിയാവുന്ന ഒരു കമന്റ് ചെയ്തു. ഒരു ലെയ്ലൻഡ് ഷാസിയെ പറ്റി പണ്ട് കേട്ട കഥകൾ വെച്ചാണ് സ്റ്റാർട്ട് ചെയ്തത്. ടാറ്റ ഷാസി പോലെ അത്ര സഡൻ പിക്കപ്പ് അല്ല, എന്നാൽ ടാറ്റയെ വെച്ച് നോക്കിയാൽ ബെറ്റർ ബ്രേക്കിംഗ് എഫിഷ്യൻസി, റിലയബിലിറ്റി, കയറ്റം കയറാനുള്ള കഴിവ്, അങ്ങനെ കുറേയേറെ പ്ലസ് പോയിന്റുകൾ. അന്ന് ലെയ്ലൻഡിന്റെ മുഖ്യ എതിരാളി ടാറ്റയാണ്. കാരണം അന്ന് ഏഷ്യറും ഭാരത് ബെൻസും വലിയ ബസ് ഷാസിയിലോട്ട് വന്നിട്ടില്ല. ഭാരത് ബെൻസ് വന്നിട്ടേ ഇല്ല. അതുകൊണ്ടെന്ത്, ലെയ്ലൻഡും ടാറ്റയും മോഹൻലാലിനെയും മമ്മൂട്ടിയും പോലെയായിരുന്നു. ഇപ്പോഴും ഇതൊക്കെ ഹെവി ഡ്രൈവർ ചേട്ടന്മാരെ കണ്ടാൽ ചിരിക്കും. സത്യത്തിൽ ഹെവി വാഹനങ്ങൾ ഓടിച്ച് അത്ര പരിചയമൊന്നുമില്ല, പക്ഷെ കിട്ടിയാൽ വിടൂല, ഒന്ന് പയറ്റി നോക്കും. ചെറുപ്പത്തിലെ ബസ്സിലെ കോ ഡ്രൈവർ സീറ്റ് തന്നെയായിരുന്നു ഇഷ്ടം. ചിലരതിനെ പെട്ടിപ്പുറമെന്നും ഇനി പരിഷ്കാരികൾ ബാറ്ററി ബോക്സ് എന്നൊക്കെ വിളിച്ചു. മനുഷ്യരെല്ലാം ഒന്ന് എന്ന ആശയം പലരും സ്കൂളിൽ നിന്ന് പഠിക്കുന്നതിന് മുന്നേ ഇവിടെ നിന്ന് മനസ്സിലാക്കും. പിന്നെ കയ്യും തലയും പുറത്തിടരുത്, ഫസ്റ്റ് എയ്ഡ് ബോക്സ്, അങ്ങനെ വേണ്ട ഒരുപാട് കാര്യങ്ങൾ ഓർക്കാനാണെ ഒരുപാടുണ്ട്. ഇനി ആൺകുട്ടികളുടെ കാര്യത്തിലോട്ട് വരാം. കുറച്ചുകൂടെ വലുതായപ്പോൾ പ്രൈവറ്റ് ബസ്സിൽ കോ ഡ്രൈവർ ഭാഗത്ത് ഇരിക്കാൻ പറ്റില്ലെന്ന് ഉറപ്പായി. പിറകിലേക്ക് ഇരിക്കണമെന്ന അവസ്ഥ വന്നപ്പോൾ തെല്ലൊന്നുമല്ല പലർക്കും വിഷമം ഉണ്ടാക്കിയത്. പിറകെ പോയാലും കുറുക്കൻ്റെ കണ്ണ് കോഴിക്കൂട്ടിലെന്ന് പറയും പോലെ നോട്ടം മൊത്തം അവിടെ തന്നെയായിരുന്നു. ചിലപ്പോൾ തോന്നും അന്ന് വണ്ടിയില്ലാത്തത് നന്നായി എന്ന്. അല്ലേ ഇത്രയും വിലയുള്ള മുതൽ കയറി യാത്ര ചെയ്യാൻ സാധിക്കുമായിരുന്നു? ഇതിനെ ഇത്രയും സ്നേഹിക്കുമായിരുന്നു? ആർക്കറിയാം. അന്നത്തെ ബസ്സുകളിലെ ലക്ഷറി ആയിരുന്നു ഈ ഷട്ടറും മ്യൂസിക് സിസ്റ്റവും ഒക്കെ. ഒരു പ്രത്യേക പ്രായം വന്നപ്പോൾ ഉള്ളിലെ സാഹസികതയും കൂടി വന്നു. ഇങ്ങനെ ഫുട്ബോളിൽ നിൽക്കാനും ഓടുന്ന ബസ്സിൽ ചാടി കയറാനും ഇറങ്ങാനും കണ്ടക്ടറെ സഹായിക്കുന്ന വ്യാജേന മുന്നിലെ ഡോർ തുറന്നു കൊടുക്കുന്നതിനും ഒക്കെ എന്തെന്നില്ലാത്ത ആവേശം. ഇതൊക്കെ പ്രായത്തിൻ്റെതാണെന്ന് പറഞ്ഞ് നടന്നവർക്ക് അറിയില്ലല്ലോ ഇപ്പോഴും ഇതൊക്കെ കൂടെ ഉണ്ടെന്ന്. ബോഡിയെ പറ്റി പറഞ്ഞാൽ നേരത്തെ പറഞ്ഞല്ലോ, ഇതൊരു പഴയ തൃശ്ശൂർ സ്റ്റൈല് ബോഡിയാണ്. ഏകദേശം 2003. രജിസ്ട്രേഷനും തൃശ്ശൂർ തന്നെ. ഫാക്ടറി ബോഡി അല്ലാത്തതുകൊണ്ട് ദേശം മാറുന്നതനുസരിച്ച് പല മുഖങ്ങളായി അത് മാറും. പക്ഷേ കോമൺ ആയി അടിസ്ഥാനം ഒന്നായിരിക്കും. അതായത് ബാറ്ററി ബോക്സും ഡോറും ബെല്ലും ഫസ്റ്റ് എയ്ഡ് ബോക്സിന്റെ ഒക്കെ സ്ഥാനം ഏകദേശം ഒരിടത്തായിരിക്കും. ഓടിച്ചു തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത്, ലോറിയെ പോലെയല്ല, കുറച്ചുകൂടെ ഫാസ്റ്റാണ് പുള്ളി. ടോർക്ക് താരതമ്യേന കുറവ്. അതിന്റെ ഫലമായി ഒന്നല്ല രണ്ടല്ല പലവട്ടം ഓഫായി. ഒരു 5760 cc അല്ലെ 5.7 ലിറ്റർ 6 സിലിണ്ടർ ഇൻലൈൻ ഡീസൽ എണ്ണ എഞ്ചിനാണ്. ഓയിൽ ബാത്ത് എയർ ഫിൽറ്ററാണ്. അതിന് സപ്പോർട്ടായി 5 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനും. ഇതാണ് പാറ്റേൺ. ഹെവി വാഹനങ്ങൾക്ക് ടോർക്ക് കൂടിയതുകൊണ്ട് സെക്കൻഡ് ഗിയർ ആണ് എപ്പോഴും ഫസ്റ്റ് ഗിയറിന് പകരം ഉപയോഗിക്കുന്നത്. ഫസ്റ്റ് ഗിയർ എന്ന ലോഡ് ഗിയർ, പേര് പോലെ തന്നെ ലോഡ് ഉണ്ടെങ്കിൽ മാത്രം ഉപയോഗിക്കാം. ഇവിടെ തേർഡ് ഗിയർ പാറ്റേൺ പോലെ നേരെ മുകളിലോട്ടിട്ടാൽ കുറച്ച് പ്രയാസപ്പെടും. ചെറിയ ട്രിക്കിയാണ്. നേരെ മുകളിലോട്ട് മാറ്റാതെ കുറച്ച് വഴിമാറ്റി പിടിക്കണം. അപ്പം പെർഫെക്റ്റ്. ഇത്രയും ഉറപ്പ് പറയാൻ കാരണം ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ ട്രെയിനിങ് എടുത്ത വാഹനവും ഏകദേശം ഈ പ്രായക്കാരനാണ്. ഈ സ്റ്റിയറിംഗ് പോലെ ഈ പെഡൽസിനും ഫാൻസ് ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. വലിയ ആക്സിലേറ്റർ പെഡലും ക്ലച്ചിൻ്റെയും ബ്രേക്കിൻ്റെയും കുഞ്ഞു പെഡൽസ്. ഒരു അലൈൻമെൻറ്റും ഇല്ലാത്തതാണ് പഴയകാല ലെയ്ലാൻഡിൻ്റെ പെഡലുകൾ. ഇതെല്ലാം പുഷ് റോഡിന്റെ സഹായത്തോടെ പ്രവർത്തിക്കുന്നു, അല്ലാതെ ഓയിലോ എയറിലോ അസിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് സാരം. പക്ഷെ ഓക്കെയാണ്, അതിനൊരു ഫീലുണ്ട്. ഗിയർ ലിവറും റോഡ് ഓപ്പറേറ്റർ തന്നെ, എല്ലാം ഒരു ഓൾഡ് സ്കൂളാണ്. മീറ്റർ എല്ലാം അനലോഗാണ്. ഈ 2 എയറിന്. ഈ വാഹനം എയർ ബ്രേക്ക് ആണെന്ന് അറിയാമല്ലോ. ഇത് ഒരു 6 ബാറൊക്കെ ആകുമ്പോൾ ഹാൻഡ് ബ്രേക്ക് റിലീസ് ആകും. പിന്നെ ടെമ്പറേച്ചർ, ബാറ്ററി ആംബിയർ, ഓയിൽ പ്രഷർ, പിന്നെ സ്പീഡോമീറ്റർ, ഡീസൽ, അങ്ങനെ കുറെ. ചാവിയിൽ ഇഗ്നിഷൻ ഓൺ ആക്കാനേ സാധിക്കും. സ്റ്റാർട്ട് ചെയ്യണേ പുഷ് ബട്ടൺ അമർത്തണം. ഇനി ഓഫാണ് ഈ സ്റ്റോപ്പർ വലിക്കണം. കാലപ്പഴക്കം കാരണം നോബ് പോയതാണ്, തെറ്റിദ്ധരിക്കല്. ഇതല്ല യഥാർത്ഥ രൂപം. വൈപ്പറും ന്യൂമാറ്റിക് ആണ്, അതായത് ഇലക്ട്രിക് മോട്ടർ അല്ല, എയർ അസിസ്റ്റഡ് ആണ് എന്ന്. പിന്നെ വീടിന്റെ ഹാളിലൊക്കെ കാണുന്ന പോലെ ഡ്രൈവറിന്റെ തലയ്ക്ക് മുകളിലായി കുറേ സ്വിച്ചുകൾ. എയർ വെന്റ് കാണാം,
പുള്ളിക്കാരൻ പണ്ടൊരു സ്റ്റേജ് കാരിയേജ് ആയിരുന്നല്ലോ. അന്ന് തുടങ്ങിയ സേവനം ഇന്നും തുടരുന്നു. ഇപ്പോൾ സ്വയം ഒരു പാഴവസ്തുവായി തുടരുന്നു. വീണ്ടും രൂപത്തിനെ പറ്റി പറഞ്ഞാൽ ഒന്നിനും ഒരു സ്ഥിരതയില്ല. ഒരു ലൈറ്റിന് പോലും കാലഘട്ടത്തിനൊത്ത് ഹാലജൻ എൽഇഡിയും ഒക്കെ ആയി ഓരോ ടെസ്റ്റിനും സ്റ്റൈല് മാറ്റി എത്താറാണ് ഇത്തരം ആൾക്കാരുടെ രീതി. അത് കണ്ട് രൂപത്തിനെ പറ്റി പറയേണ്ടതില്ലല്ലോ. എന്നാൽ കുറച്ച് കാര്യങ്ങളുണ്ട്. പൊതുവെ പുള്ളിക്കാരൻ ഒരു ഷോർട്ട് വീൽ പേസ് ആണ്. മുൻവശത്ത് ഡോർ പണിയാനുള്ള വിശാലതയൊന്നും ബൈക്കിംഗ് സീരീസ് പോലെ ഇദ്ദേഹത്തിനില്ല. ട്രാൻസ്പോർട്ട് വാഹനമായതുകൊണ്ട് ഭാരപരിധി കൂടെ ഉൾപ്പെടുത്തണം. അൺലാഡൻ ഭാരം അഥവാ വാഹനത്തിന്റെ മാത്രം ഭാരം 6570 കിലോഗ്രാമും GVW അല്ലെ ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ്, അതായത് വാഹനവും അതിൽ ഉൾക്കൊള്ളാവുന്ന മാക്സിമം ഭാരം 15660 കിലോഗ്രാമുമാണ്. കുറച്ച് ഓൾഡ് സ്കൂൾ ആണെന്ന് പറഞ്ഞല്ലോ. പുള്ളിക്കാരനെ വാങ്ങുമ്പോൾ ഷാസി മാത്രമായാണല്ലോ കിട്ടുന്നത്. പിന്നെയാണല്ലോ ബോഡിയൊക്കെ പണിഞ്ഞ് കുട്ടപ്പനാക്കുന്നത്. എല്ലാ ലാട്രോൺ ഫ്രെയിമിനെ പോലെയും തന്നെ പുള്ളിക്കാരനും കുറച്ചധികം ബോഡി റോളൊക്കെ കാണിക്കാറുണ്ട്. മുന്നിലും പിന്നിലും ലീഫ് ആയതുകൊണ്ട് സോഫ്റ്റ് ആണെന്ന് പറയേണ്ട ആവശ്യമില്ല, നല്ല സ്റ്റിഫാണ്. ഇതൊക്കെ ആർക്കാണ് അറിയാത്തത്? നമ്മൾ എത്ര ഇത് കയറിയിരിക്കുന്നു, യാത്ര ചെയ്തിരിക്കുന്നു. ഈ പവർ സ്റ്റിയറിംഗ് ഹൈഡ്രോളിക് അസിസ്റ്റഡ് ആണ്. ഫ്ലോറല്ല ഒരു വുഡൻ മെറ്റീരിയൽ ആണ്. ഇപ്പോൾ ഇതൊക്കെ മെറ്റലായി മാറിയിട്ടുണ്ട്. ഹൈടെക് KSRTC അപേക്ഷിച്ച് പ്രൈവറ്റ് യൂസിന് അല്പം ലെഗ് റൂം കുറവ് തന്നെയാണ്. പക്ഷേ എനിക്ക് മഡ്ഗാർഡിന്റെ പുറത്തുള്ള സീറ്റ് വലിയ ഇഷ്ടമായിരുന്നു. നേരെ ടയറിന് മുകളിലായതിനാൽ യാത്രാസുഖം ഇവിടെയും പിറകിലും കൂടുതലാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ. മഡ്ഗാർഡ് മാത്രമല്ല, ഡീസൽ ടാങ്കിന്റെ സ്ഥാനവും ഉള്ളിലിരുന്ന് തന്നെ മനസ്സിലാക്കാം ആ കാലഘട്ടത്തിലെ ബോഡികളിൽ. ഈ പറഞ്ഞൊന്നും ഒരു റിവ്യൂ അല്ല. പണ്ട് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത ചില കാര്യങ്ങൾ, ചെയ്യാൻ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ ഇപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ ഷെയർ ചെയ്യുന്ന സന്തോഷം, അതൊക്കെ തന്നെയാണ് ഈ വീഡിയോയുടെ പിന്നിലെ ഉദ്ദേശം. 2006 ആയപ്പോഴേക്കും ടെർബോ ഇന്റർകൂളറൊക്കെ കുറച്ചുകൂടെ റിഫൈൻഡ് ആയി എത്തിയെങ്കിലും ഈ ഇരച്ചു തുമിച്ചു പോണ പഴയ കൊമറ്റും 401 ഒക്കെ ഇന്നും ഹരമാണ്. പലരുടെയും വണ്ടി ഭ്രാന്തിന്റെ തുടക്കവും ഇതിലൂടെയൊക്കെ തന്നെ ആവണം. അതിലേക്ക് ചെറിയൊരു തിരിഞ്ഞു നോട്ടം. താങ്ക് യു ഫോർ വാച്ചിങ്. ദിസ് ഈസ് സാദർ സൈനിങ് ഔട്ട് ഫ്രം ഓട്ടോ ക്യാപ്സൂൾ.